വേദ എന്റേത് മാത്രമാണ്. എന്റെ അടുത്തുനിന്ന് അവനെ പിരിക്കാൻ നോക്കണ്ട. വേഗം എനിക്ക് അവനെ വിട്ട് തന്നേക്ക്. അതൊന്നും പറ്റില്ല. അവൻ എന്റെ മാത്രമാ. അവനെ ഞാൻ നിനക്ക് വിട്ടു തരില്ല. വിട്ടു തരില്ലെന്നല്ലേ? നിന്റെ അടുത്ത് നിന്ന് അവനെ എങ്ങനെ വേർപിരിക്കണമെന്ന് എനിക്കറിയാം. വൈകരുത് കേട്ടോ. ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇന്ന് അമാവാസി രാത്രിയാണ്. ഈ അമാവാസി കഴിഞ്ഞതിന് ശേഷം അവള് നിങ്ങളുടെ മുമ്പിൽ കരാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അവള് കരാളിയായി കഴിഞ്ഞ നിങ്ങൾ മരിക്കുന്നത് കാണാതെ അവൾ പോവില്ല. എന്താ പറയുന്ന ഗുരുജി? ഞങ്ങൾ ഒരു തെറ്റ് ചെയ്യാത്ത പക്ഷം എന്തിനാ ഞങ്ങളോട് പകരം വീട്ടാ വരുന്നത്? തെറ്റ് ചെയ്തില്ലെന്ന് നിങ്ങളല്ലേ പറയുന്നത്? നിങ്ങൾ കാരണം എല്ലാം സംഭവിച്ചെന്നാ അവള് വിചാരിക്കുന്നത്. വേദിന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് വരുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവൾ ആദ്യം നിന്നോട് പ്രതികാരം ചെയ്യുന്നത്. ഇതിന് വേദ എന്തെങ്കിലും തടസ്സം നിന്നാൽ ഇവനെയും കൊല ചെയ്തിട്ട് അവള് കൂടെ തന്നെ കൊണ്ടുപോകും. ഇതൊരിക്കലും സംഭവിക്കില്ല. അവൾ എന്നെ ചതിച്ച, ഞാൻ അവളെ ചതിച്ചതല്ല. ഇതൊന്നും സംസാരിച്ചിരിക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. ഈ അമാവാസി അവസാനിക്കുന്നതിന് മുമ്പ് അവളുടെ ആത്മാവുള്ള ആ പാവ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് മുക്തി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ നോക്കിക്കോളാം. ഇത് ഇന്ന് 12 മണിക്കുള്ളിൽ തന്നെ നടക്കണം. നിങ്ങൾ പുറപ്പെടാൻ നോക്ക്. വേദ്, വേദ്, ഗുരുജി എന്താ പറഞ്ഞത്? ഞാൻ പിന്നെ പറയാം നിന്നോട്. ഇപ്പൊ നമുക്ക് പോയാലോ? ഇപ്പൊ നമ്മളെ പാവ എവിടെയാന്ന് വെച്ച് അന്വേഷിക്ക. ഇക്കാര്യത്തിൽ നമ്മളെ ദൈവം തന്നെ രക്ഷിക്കണം. ചെയ്യാത്ത കാര്യത്തിനല്ലേ നമ്മൾ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. ഈ സമയത്ത് ചഞ്ചല് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സഹായമായിരുന്നേ. അവനാണെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയിരിക്കല്ലേ. ഇനി നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കാം. ആ പാവ ഇരുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. അഥവാ നമുക്ക് കിട്ടിയാലോ? ശരി, വാ. വേദ്, നമ്മുടെ മുൻപിൽ ഇനി 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 2 hours. അതിനുള്ളിൽ നമുക്ക് ആ പാവ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മള് ഇപ്പൊ എന്താ ചെയ്യാ? നീ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ അനുഭവിക്കുന്നത്? ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയ. വേദ്, നീ എന്തായി പറയുന്ന? ഇതിനൊക്കെ ഞാൻ എങ്ങനെ കാരണാവാ? നീ കറക്റ്റായിട്ട് ഓപ്പറേഷൻ ചെയ്ത് വിട്ടിരുന്നെങ്കിലേ ഊർമിളക്ക് ഈ ഗതി വരുമായിരുന്നില്ലല്ലോ. അവളിപ്പോ ജീവനോടുണ്ടായിരുന്നേ. ഇതിന്റെ എല്ലാം കാരണക്കാരെ നീ ഒറ്റൊരുത്തിയ. വേദ്, ഭ്രാന്ത് പിടിച്ച പോലെ ഒരൊന്നും പറയരുത്. ഇതിലിപ്പോ എന്റെ തെറ്റെന്താ? കേസ് ഫയലിൽ എന്താണോ ഉള്ളത് അതുപോലെ ഓപ്പറേഷൻ ചെയ്യുന്നതാ എന്റെ ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടിയാണെന്നാ? ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ രോഗിയോട് എൻക്വയറി ചെയ്യാന്നുള്ളത് ഒരു മിനിമം മര്യാദയാ. ഊർമിള മരിച്ചതിന് കാരണം നീ ഒറ്റൊരുത്തിയ. ഇവിടെ നോക്ക്, വീണ്ടും വീണ്ടും ഞാനാ തെറ്റേതെന്ന് പറയരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം നീ തന്നെയല്ലേ? നീ അവളെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? നീ അവളെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചേ. നിന്റെ തെറ്റിന് എന്റെ മേത്ത് പഴിയാരുവാണല്ലേ? അങ്ങനെ ഒരാളെ ആർക്കാ സ്നേഹിക്കാൻ പറ്റുന്നത്? എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലേ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരൊക്കെ ചെയ്ത തെറ്റിന് ഞാനിപ്പോ ബലിയാടായി നിൽക്കുകയാണ്.
ഒരാളെ കൊല്ലാനും മാത്രം ക്രൂരിയൊന്നും അല്ല ഞാൻ. നിന്റെ പ്രണയം കിട്ടാതിരുന്ന കൊണ്ട് അവള് മരിച്ചത്. അവളുടെ മരണത്തിന് നീ ഒരാളെ കാരണം. അതെ, എല്ലാം എന്റെ തെറ്റടി. അവളുടെ സ്നേഹം ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത എന്റെ തെറ്റടി. ആ സിറ്റുവേഷനിൽ വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആ തെറ്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അന്ന് അവളുടെ സ്നേഹം മനസ്സിലാക്കുന്നതിൽ ഞാൻ തോറ്റുപോയി. പക്ഷെ ഇന്നും അവളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവൾ എന്റെ കൺമുമ്പിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അവളുടെ കാല് പിടിച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ അവളോട് ആവശ്യപ്പെട്ടേനെ. അവളെ വിട്ട് ജീവിക്കാനുള്ളൊരു ശക്തി എനിക്കിനി ആയിട്ടില്ല. എനിക്കെന്റെ പാവക്കുട്ടിയെ വേണം. എനിക്കെന്റെ പാവക്കുട്ടിയെ വേണം. പാവക്കുട്ടി. വേദ്, വേദ്, എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് എന്താ എന്റെ അടുത്ത് നേരത്തെ പറയാതിരുന്നേ? ഇത് നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിക്കുമായിരുന്നു. പാവക്കുട്ടി, നീയാണോ? നീ എവിടെയായിരുന്നു? ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ വിട്ടുപോകാനാവുമായിരുന്നില്ല. ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞിരുന്നില്ല. അതെ പാവക്കുട്ടി, അതൊക്കെ എന്റെ തെറ്റാ. നീ എന്നോട് ക്ഷമിക്കൂ. പ്രണയത്തിന് മാപ്പ് പറച്ചിലല്ല ആവശ്യം, പ്രണയം മാത്രമാണ്. എനിക്കറിയാം വേദ്, എനിക്കറിയാം നിനക്ക് എന്നെ മറക്കാൻ പറ്റില്ല. നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. അതെ പാവക്കുട്ടി, നിന്നെ എനിക്ക് വേണം. എനിക്ക് നിന്നോട് ജീവിക്കണമെന്നുണ്ട്. വേദ്, എനിക്കും അങ്ങനെ തന്നെയാ. എനിക്ക് നിന്നെ വേണം. നീ എന്നെ സ്വീകരിക്കൂ. എവിടെ തേടിയാലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവള് നിന്റെ പുറകിലാണുള്ളത്. നിന്റെ പുറകിൽ നിൽക്കുന്നവളെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. സോറി പാവക്കുട്ടി, എനിക്കിതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. എന്തു പറ്റി വേദ്? എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല നിഹ. പാവക്കുട്ടി കാരണം എനിക്കൊരിക്കലും ആപത്തുണ്ടാവില്ല എന്ന് ഗുരുജി പറഞ്ഞിട്ട് പിന്നെങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പൊ ശരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്ത് ആരായിരിക്കും? എന്താ പറയുന്ന വേദ്? നിന്നെ കൊല്ലാൻ ട്രൈ ചെയ്തെന്നോ? ഈ കാര്യം മാത്രം എന്താ നീ എന്നോട് പറയാതിരുന്നേ? ഞാനത് ആക്സിഡന്റിലാണെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ അതെന്നെ കൊല്ലാനുള്ളൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നിന്നെ എന്തിനു വേണ്ടി ആരെങ്കിലും കൊല്ലുന്നു?
നീ എന്റെ സ്വന്തമാണ്. എനിക്ക് വേണ്ടി ജനിച്ചവൾ. നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരെ കൊന്നിട്ടാണെങ്കിലും ശരി, നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കിയിരിക്കും. നിന്നെ ഞാൻ I love you, Niha. I love you. ചഞ്ചൽ, നീയോ? അതെ, ഞാൻ തന്നെ. എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ട് ഷോക്കായി പോയ നിനക്ക്? ചഞ്ചൽ, എന്തിനു വേണ്ടി നീ ഇങ്ങനെ ചെയ്യുന്ന? എല്ലാം നിനക്ക് വേണ്ടിയാണ് നിഹ. ചെറിയ പ്രായം തൊട്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ. പക്ഷേ നിനക്ക് എന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ല. ചഞ്ചൽ, നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നോട് തോന്നിയല്ലോ. എനിക്ക് നീ വേണം നിഹ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിഹ. ചഞ്ചൽ, ഭ്രാന്തനെ പോലെ സംസാരിക്കരുത്. ഭ്രാന്ത് പിടിച്ച പോലെ അല്ലടാ, ഭ്രാന്തനാടാ. നിഹയുടെ മേലുള്ള എന്റെ പ്രേമ ഭ്രാന്ത്. നീ അവളുടെ ജീവിതത്തിൽ വരാതിരുന്നെങ്കിൽ അവളിപ്പോ എനിക്ക് സ്വന്തമായനെ. പക്ഷെ നീ വന്നു. നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി. നീ എങ്ങനെയോ രക്ഷപ്പെട്ടു. നിന്റെ അടുത്തുനിന്ന് ഇവളെ എങ്ങനെയെങ്കിലും പിരിക്കണം തീരുമാനിച്ചു. അതും നടന്നില്ല. ഇത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുന്നു. ജയിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ആലോചിച്ചതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ പാവ നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം. നീ അവൾക്ക് മുക്തി കൊടുക്കുന്നത് വരെ നിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നിന്റെ പിന്നാലെ ഞാൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഗെയിം തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ നീ ആ പാവയ്ക്ക് മുക്തി കൊടുത്തു. ഞാൻ നിനക്ക് മുക്തി തന്നിട്ട് നിഹാരികയെ ഞാൻ എന്റെ ദേവതയാക്കാൻ പോവടാ. ചഞ്ചൽ, നിന്റെ ഈ രീതികളൊന്നും ഒട്ടും ശരിയല്ല. തെറ്റാണെന്ന് എനിക്കും അറിയാം. പക്ഷെ തെറ്റ് ചെയ്താലല്ലേ എനിക്കെന്റെ പ്രേമം കിട്ടൂ. ജീവനില്ലാത്ത ആ പാവ ഇവനെ ഇത്ര സ്നേഹിക്കുമ്പോ ജീവനോടെയുള്ള ഈ ഞാൻ വെറുതെ വിടോ? ചഞ്ചൽ, നീ എന്തൊക്കെ ചെയ്താലും ശരി, എന്നെ നീഹാരിക്ക് നിനക്ക് പിരിക്കാൻ പറ്റില്ല. അത് പാവയുള്ള കാലം വരെ മാത്രമാടാ. ഇപ്പൊ പാവയുമില്ല, നിഹാരികയും സ്വന്തമല്ല. വേണ്ട വേദ്, വേണ്ട, വിട്ടേക്ക്. നിഹാരിക എനിക്ക് വേണം. വിട്ടേക്കടാ. നിഹാരിക എന്റേതാണ്.
പാവക്കുട്ടി, ഞാൻ വേണമെന്ന് ചെയ്തതല്ല. ദയവ് ഇത് ഉപദ്രവിക്കരുത്. എന്തിനാ വേദ് നോണ പറയുന്നേ? എന്തിനാ നോണ പറയുന്നേ? എന്നോട് സ്നേഹമുണ്ടെന്ന് നോണ പറഞ്ഞിട്ട് എന്നെ ആ മാന്ത്രിക ചരടിൽ ബന്ധിച്ചത് എന്തിനാ? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? നിന്നെ ഞാൻ സ്നേഹിച്ചത് തെറ്റാണോ? എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് സ്നേഹിക്കാൻ പാടില്ലേ? എല്ലാം തികഞ്ഞിരിക്കുന്നവരുടെ സ്നേഹം സത്യമായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ദൈവത്തോർത്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്, ദയവീത്, പ്ലീസ്. ഇല്ല വേദ്, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എനിക്ക് അവകാശപ്പെട്ടതാ. പക്ഷെ എന്റെ അടുത്ത് നിന്ന് നിന്നെ പിരിച്ചെടുത്തില്ലേ, ഇവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നീ തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഊർമിളെ. നീ വലിയ തെറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുന്നത് തെറ്റാണോ? അതെ, തെറ്റ് തന്നെയാ. ഈ സാഹചര്യത്തിൽ അത് തെറ്റ് തന്നെയാണ്. നീ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ സ്നേഹത്തിന് ഒരു അർത്ഥമുണ്ട്. എന്നാൽ നീ ഇപ്പൊ ജീവനോടെ ഇല്ല. ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരെങ്കിലും നീ ജീവിക്കാൻ അനുവദിക്കേ. അതെ പാവക്കുട്ടി, നീഹ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല. എന്നെ നിനക്കിന് ഒരിക്കലും കിട്ടില്ല. അവൻ പറയുന്നത് കേട്ടോ, നിന്നെ കൊണ്ട് അവരുടെ ജീവനും പോണമെന്നാണോ? നീ അനുഭവിച്ചതുപോലുള്ള കഷ്ടതകൾ ഇവരും അനുഭവിക്കണമെന്നാണോ? നീ സ്നേഹിച്ച ഒരു പയ്യൻ നിന്റെ മുന്നിൽ പിടച്ച് പിടച്ച് മരിക്കണമെന്ന് നിനക്ക് കാണണമെന്നാണോ? അത് നിനക്ക് സന്തോഷം തരുമോ? ഇല്ല, അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. എന്റെ വേദ് സന്തോഷായിട്ടിരിക്കണം. നിന്റെ വേദ് സന്തോഷമായിരിക്കണമെങ്കിൽ നീ അവനെ വിട്ടിട്ട് മാറിപ്പോണം. അവരുടെ സ്നേഹത്തിന് നീ തുണയായി നിൽക്കണം. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾ തകർക്കാൻ പാടില്ല. ഇന്ന് വരെയും ആത്മാക്കൾ എന്ന് പറഞ്ഞ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാൽ നീ അങ്ങനെയല്ല. നിന്റെ പ്രേമം വിശുദ്ധമായിട്ടാ നീ കാണുന്നത്. നീ ജീവനോടെ ഇല്ലെങ്കിലും നിന്റെ സ്നേഹം സത്യമാണ്. പക്ഷെ ഇവൻ ജീവനോടെ ഉണ്ടായിട്ടും കൂടെ നിന്ന് നിന്നെ വഞ്ചിച്ചു. നീ വേദന വിട്ട് മാറി നിന്നിട്ട് നല്ലവളായി തന്നെ ജീവിക്കും. എന്നുവച്ചാ വേദന എനിക്ക് കിട്ടില്ലെന്നാണല്ലേ? അവന്റെ സ്നേഹം എനിക്ക് കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. പക്ഷെ ഇപ്പോഴല്ല. അടുത്ത ജന്മത്തിൽ ഒരു പെണ്ണായി പിറന്നിട്ട് നീ തീർച്ചയായും അവന്റെ കാമുകിയാവും. സത്യമുള്ള സ്നേഹമാണെങ്കിൽ ആ ദൈവം തന്നെ നിനക്ക് തിരിച്ചു തരും. നിന്റെ സ്നേഹം നിനക്ക് കിട്ടാണ്ടിരിക്കുവോ? പക്ഷെ ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ നീ കരാളിയായിരിക്കാൻ പാടില്ല. വേദ്, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു പെണ്ണായി ജനിച്ചിട്ട് നിന്നോടുള്ള സ്നേഹം സത്യമാക്കും. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടേക്കും പോവില്ല. പോവില്ല, പോവില്ല വേദ്, പോവില്ല, 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 പോവില്ല. ഊർമിള, നിന്റെ ഈ തീരുമാനം എല്ലാവർക്കും മാതൃകയായിരിക്കും. ഭീഷണിപ്പെടുത്തി ആർക്കും ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള സത്യം. വേദ്, ഇതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പുതുജന്മം കിട്ടിയിരിക്കുക. ഭാവേ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. വലിയൊരു ഉപകാരമാണ് ഗുരുജി ചെയ്തു തന്നത്. ഇല്ല വേദ്, സഹായം ചെയ്തത് ഞാനല്ല, നിന്റെ പാവയാണ്. ഇങ്ങോട്ട് നോക്കിയേ, അവൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉള്ളത്. ഇതിനപ്പുറത്തേക്കും അവളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ലല്ലോ ഗുരുജി? അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ പറ്റില്ല. സത്യമുള്ള സ്നേഹം എല്ലാ തടസ്സങ്ങളും നീക്കി വരും.
അവള് മരിക്കുമ്പോ പിടച്ച് അവള് മരിച്ചത്. അവളുടെ ജീവൻ ഇപ്പൊ കാറ്റിൽ അലിഞ്ഞിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ അവളെ മറക്കും, പക്ഷെ അവള് നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നോക്ക്, ഇന്നു തൊട്ട് നന്നായി ശ്രദ്ധിക്കണം. ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കും. ഞാൻ വരട്ടെ.